നീ എവിടെ പോയെന്നാ പറഞ്ഞ? ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടില്. നിന്റെ ഫ്രണ്ടിന് എന്താടാ കുങ്കുമ കച്ചവടം ഉണ്ടോ? കുങ്കുമ കച്ചവടം? നീ എന്ന് മുതലാടാ എന്റെ അടുത്ത് കള്ളത്തരം പറയാൻ പഠിച്ചത്? കള്ളം പറയാൻ പഠിക്കുന്നതല്ലോ, പറയാൻ പഠിപ്പിക്കല്ലേ അവള്. സത്യം പറയടാ, നീ എവിടെയാ പോയത്? അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? ഞാൻ സത്യമായിട്ട് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പോയതാ. പിന്നെ നിന്റെ കവിളിൽ എങ്ങനെയാടാ ഈ കുങ്കുമം വന്നത്? കുങ്കുമം? എന്താടാ മറുപടി ഇല്ലേ? നിന്റെ കള്ളത്തരങ്ങളൊന്നും ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ നീ? നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ? ഇവന്റെ ഈ വരവും ആ പരിങ്ങലും പമ്മാട്ടവും കുറുക്കന്റെ കൗശലവും ഒക്കെ കണ്ടപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടി. തുളസിയുടെ അടുത്ത് പോയിട്ടുള്ള വരവാണെന്ന്. അവനെ സത്യം പറയില്ല. വേണ്ടെന്ന് പറയരുത്. പറഞ്ഞ എന്തെയ്യടാ? എന്ത് ചെയ്യും? ചോദിക്കടി. നീ തുളസിയുടെ അടുത്ത് പോയോ? നീ അവിടെ പോയോ ഇല്ലയോന്ന്? ഇത് ഞാൻ സഹിക്കില്ല. നീ വീണ്ടും വീണ്ടും എന്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞോണ്ടേ. ദുർഗേ, ഈ സിന്ദൂര കച്ചവടം മുളയില നുള്ളിയില്ലെങ്കിലേ അത് അപകടമാ. ഇത് ഞാൻ അവസാനിപ്പിക്കും. എന്താ വേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ചോര കണ്ടേ തീരുമെങ്കിൽ അങ്ങനെ. കേറി പോടാ. അത് പോടാ. അതെ, ഈ ചെക്കനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അവന്റെ പ്രായം അതാ. ഇതവള്. അവളിങ്ങനെ കൈകാട്ട് വിളിക്കുന്നതാ അവനെ. ഇങ്ങോട്ട് നോക്കൂ ദുർഗെ. അതെ, വശീകരണ ഹോമം വരെ നടത്താൻ മടിയില്ലാത്തവരാ അമ്മയും മോളും. സൂക്ഷിക്കണം. വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അത് ചെയ്തേ പറ്റൂ. ശരിയാക്കി തരാം. വായിച്ചു കളഞ്ഞു. ഈ ഉപദേശിക്കുന്നവരെ എനിക്ക് കണ്ണെടുത്താ കണ്ടൂടാ. അതുകൊണ്ട് ഞാൻ ഉപദേശിക്കാൻ വന്നതാണെന്ന് നീ തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുത്.
10 പൈസയുടെ മുടക്കില്ലാതെ ആർക്കും ആരോടും പറയാവുന്നതാ ഉപദേശം. പക്ഷേ അപ്പച്ചിക്ക് ആദിയോട് പറയാനുള്ളത് ഉപദേശങ്ങളല്ല, ചില കാര്യങ്ങളാ. ഇനി അതുകൂടി ഞാൻ കേൾക്കണം. കേക്കണം, കേട്ടേ പറ്റൂ. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നെ മധുരി. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം ആദ്യം കേൾക്കുമ്പോ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നും. പക്ഷേ അതനുസരിച്ച് ജീവിച്ച ഭാവിയിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പച്ചിക്ക് ഇപ്പൊ എന്താ പറയാനുള്ളത്? ഒന്ന് പറഞ്ഞിട്ട് പോവോ? അയ്യോ, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? നിന്റെ അമ്മ പറയുന്നതൊക്കെ കാര്യങ്ങളല്ലേ, സത്യങ്ങളല്ലേ? ദുർഗയെ പോലൊരു അമ്മയെ കിട്ടണമെങ്കിലേ പുണ്യം ചെയ്യണം. മുജ്ജന്മത്തിൽ പുണ്യം ചെയ്തൊരാത്മാവാ നിനക്ക് കിട്ടിയിട്ടുള്ളത്. അതാ ദുർഗ നിന്റെ അമ്മയാവാൻ വേണ്ടി ജനിച്ചത്. അപ്പോ അപ്പച്ചിക്ക് ആത്മാവിനെ കുറിച്ചൊക്കെ അറിയാല്ലേ? പിന്നെ എനിക്കറിയാൻ പാടില്ലാത്തതായിട്ട് ഒന്നുമില്ല. പുരാണമൊക്കെ ഞാൻ ഇങ്ങനെ അരച്ച് കലക്കി കുടിച്ചു വച്ചിരിക്കേ. പക്ഷേ മറ്റുള്ളവർക്കിട്ട് വേല വെക്കുന്നതിലാ ഡോക്ടറേറ്റ്. നീ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞതാ. അത് അപ്പച്ചി പറയണ്ട. നീ മനസ്സിൽ പറയുന്നതൊക്കെ എന്താണെന്ന് എനിക്കറിയാം. ഞാനതൊക്കെ അങ്ങ് ക്ഷമിച്ചിരിക്കുക. ഞാൻ നിന്റെ അപ്പച്ചിയായി പോയില്ലേ. പിന്നെ ഈ കുടുംബത്തിലൊരു പ്രശ്നം വന്നാ എനിക്ക് ഇടപെടാതിരിക്കാൻ പറ്റൂ? ഇവിടെ ഇപ്പൊ ഒരു പ്രശ്നമില്ല. പ്രശ്നങ്ങൾ എല്ലാരും കൂടി ഉണ്ടാക്കുന്നതാ. അതിനിങ്ങനെ ദേഷ്യപ്പെടാതെ ആദി. അപ്പച്ചി പറയുന്നതേ ക്ഷമയോടൊന്ന് കേക്ക്. എനിക്ക് പറയാനുള്ളത് നിന്റെ അമ്മയെ പറ്റി തന്നെ. ഇത്രയും നല്ല സ്വഭാവമുള്ളൊരു സ്ത്രീ ഈ നാട്ടിലെങ്ങുമില്ല. മകനെന്ന് വച്ചാ മരിക്കാൻ നടക്കുന്ന വേറൊരമ്മയെ ഞാൻ കണ്ടിട്ടില്ല. നിനക്ക് വേണ്ടിയിട്ടാ അവള് ജീവിക്കുന്നത്. നിനക്ക് വേണ്ടിയിട്ടാ അവൾ ഉരുകുന്നത് വരെ. ഇത്രയ്ക്കങ്ങ് ഉരുകാനെന്താ? അമ്മ മെഴുകുതിരിയൊന്നുമല്ലല്ലോ. അമ്മ ഒരു മനുഷ്യ സ്ത്രീയല്ലേ? കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ കാഴ്ച അറിയില്ല. പെറ്റമ്മ ജീവിച്ചിരിക്കുമ്പോ അവളുടെ വില മക്കളും അറിയില്ല. അതെ, നിന്റെ നന്മയെ കരുതിയ ദുർഗ ഇതൊക്കെ പറയുന്നത്. നീ ദുർഗയെ അനുസരിക്കണം. അവള് പറയുന്നതെല്ലാം കേൾക്കണം. അതെ, ഇങ്ങോട്ട് നോക്ക. അവളുടെ ലോകത്ത് നീ മാത്രമേ ഉള്ളൂ. പ്രസാദ് പോലും ഇല്ല. അവൾക്കെതിരെ ദേഷ്യമൊക്കെ കൂടുതലാ. പ്രസാദിനെ പോലെ മുരടനായ ഒരാളുടെ കൂടെ ജീവിക്കുന്നവരാരായാലും അങ്ങനെയൊക്കെ ആയിപ്പോവും. അല്ലെങ്കിലും ഈ കള്ളന്മാരോടും കൊള്ളക്കാരോടും ആണല്ലോ പോലീസുകാർക്ക് ബന്ധം. അവര് വീട്ടിൽ വന്നാലും അങ്ങനെയൊക്കെ പെരുമാറൂ. സ്വന്തം ഭാര്യയെ പോലും അവര് പ്രതിയായിട്ടാ കാണുന്നത്. എന്റെ അച്ഛനെ കുറിച്ച് ആവശ്യമില്ലാത്തൊന്നും പറയരുത്. ഞാൻ അത് സഹിക്കില്ല. അപ്പൊ അച്ഛനെ കുറിച്ച് പറഞ്ഞാ നിനക്ക് പൊള്ളും. കാര്യം പറയുന്നത് കൊണ്ട് അമ്മ നിന്റെ ശത്രു. അമ്മ എന്റെ ശത്രു ഒന്നുമല്ല. ഞാൻ എന്റെ അച്ഛനും അമ്മയും ഒരുപോലെ തന്നെ സ്നേഹിക്കുന്നത്. എന്നാലേ അമ്മ പറയുന്നത് അനുസരിച്ച് ജീവിക്കും. നീ തുളസിയോടുള്ള സഹവാസം അങ്ങ് കുറയ്ക്ക. അതെ, തുളസി ഞാൻ താലി കെട്ടിയ പെണ്ണ. എന്റെ ഭാര്യ അവള്. അതൊന്നേ ദുർഗ അംഗീകരിക്കില്ല. അതൊക്കെ വിട്ട് നിന്റെ അമ്മ ആലോചിക്കുന്ന കല്യാണമൊക്കെ നടത്തി സുഖമായിട്ട് ജീവിക്കും. അപ്പച്ചി പറയുന്നത് ഞാൻ കെട്ടിയ പെണ്ണിനെ അടിച്ചോടിച്ചിട്ട് ആതിരെ കല്യാണം കഴിച്ച് ജീവിക്കണമെന്നാണോ? അതല്ലേ പണ്ട് മുതലേ ഞങ്ങൾ പറയുന്നത്. അതാ നിനക്ക് നല്ലത്. അതെ, ആതിരയ്ക്ക് അമേരിക്ക ജീവിക്കുന്ന ഒന്നും ഇഷ്ടമല്ല. എങ്കിലും വല്ലപ്പോഴും ഒക്കെ നിനക്ക് വിമാനത്തിൽ അമേരിക്കയിലേക്ക് പോവാം. ജീവിതത്തിൽ ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ? ഭാഗ്യം. അതുകൊണ്ട് ദുർഗ പറയുന്നത് നീ കേക്കണം. നീ കാരണം നിന്റെ അമ്മയുടെ കണ്ണീര് ഈ വീട്ടിൽ വീടരുത്. അപ്പച്ചിക്ക് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞോ? എങ്കിലൊന്ന് പോവോ? ഞാൻ പോവാ. ഒരു കാര്യം ഞാൻ അവസാനമായിട്ട് പറയാ. ഞാൻ പറയുന്നതൊന്നും അങ്ങനെ തെറ്റാറൊന്നുമില്ല. ദുർഗയെ വേദനിപ്പിച്ച് നീ നിന്റെ വഴിക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ വീട്ടില് ഒരു മരണം നടക്കും. അതെ, ആത്മഹത്യയായിരിക്കും.
അതാരുടേതാണെന്ന് ഞാൻ പറയണ്ടല്ലോ. എന്റെ മോൻ ആലോചിച്ചൊരു തീരുമാനം എടുക്കും. രണ്ടും ശുദ്ധ ജാതകങ്ങളാ. ഇത്ര നല്ല ജാതകക്കാരായ മക്കൾ ജനിച്ചാൽ മാതാപിതാക്കൾ സമാധാനം കൊണ്ട് സമ്പന്നരാ. അതിൽ യാതൊരു തർക്കവും ഇല്ല. ഞങ്ങൾക്കിപ്പോ നഷ്ടപ്പെട്ടിരിക്കുന്നതും അത് തന്നെയാ, സമാധാനം. ഏയ്, അങ്ങനെ വരാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ. മഹാമാളവീയ യോഗവും ഗജകേസരി യോഗവും ഉള്ള നക്ഷത്രക്കാരാ. ഇതിപ്പോ എന്താ പറ്റിയേ? എന്താ പ്രശ്നം? ജോത്സരെ, ഈ കുട്ടികളുടെ കല്യാണം കഴിഞ്ഞു. പക്ഷേ ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ളൊരു ഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അവരുടെ ദാമ്പത്യ ജീവിതം ചില പ്രശ്നങ്ങൾ കൊണ്ട് അകന്നു പോവുകയാണ്. അവരൊരുമിച്ച് ജീവിക്കണം, അതിനുള്ള അവസരം ഉണ്ടാവണം. അതിന് എന്താ ഒരു പരിഹാരമാർഗം? അതൊന്നും ഞങ്ങൾക്ക് അറിയണം. നമുക്ക് കവടി വെച്ച് തന്നെ നോക്കാലോ. എന്താ വേണ്ടെന്ന് ഭഗവാൻ തന്നെ പറയട്ടെ. 3 പേരും ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ. ആരൂടം തടസ്സപ്പെട്ട് കിടക്കുകയാണ്. അതാണ് പ്രശ്നം. ചില ബന്ധനങ്ങളുണ്ട്. നവദമ്പതികളായ ഈ ജാതകക്കാർക്ക് വലിയ ശത്രുദോഷങ്ങളുണ്ട്. ശത്രുക്കൾ അടുത്ത ബന്ധുക്കളായിട്ട് തന്നെയാണ് കാണുന്നത്. ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവില്ലേ ജോത്സരെ? ഉണ്ടല്ലോ, അതിപ്പോൾ പറയാം. പ്രസിദ്ധമാണ്. വിളിക്കുന്നവർക്ക് വിളിപ്പുറത്താണമ്മ. അവിടെ വരെ പോകാൻ പറ്റുമോ? ലേശം ദൂരെയാ. അതിനെന്താ, പോവാല്ലോ. എന്താ പ്രസാദം? പിന്നെന്താ, തീർച്ചയായിട്ടും പോവാം. പോകണം. അവിടെ ഈ ശരിയായ പരിഹാരമാർഗമുള്ളൂ. മറ്റൊന്നും വേണ്ട. വാരിക്കോരിയുള്ള വഴിപാടുകളൊന്നും വേണ്ട. നവദമ്പതികൾ നെയ്വിളക്ക് തെളിയിക്കണം. അതുകൊണ്ട് ഈ ദോഷങ്ങളെല്ലാം മാറും. പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയും വേണം. ഈശ്വര, സന്തോഷം ജോത്സരെ. ആ, ഒറ്റ കാര്യത്തിൽ മാത്രമേ ദേവിക്ക് നിർബന്ധമുള്ളൂ. ഈ 2 കുട്ടികളുടെയും മാതാപിതാക്കൾ നിർബന്ധമായും കൂടെ പോണം. പെൺകുട്ടിയുടെ മാതാവ് കണിശമായിട്ടും തിരുനടയിൽ നിന്ന് പ്രാർത്ഥിച്ചിരിക്കണം. ഇത് തന്നെയാ പരിഹാരം.
അല്ല താനൊന്നും പറഞ്ഞില്ല. ഇല്ല, പറ്റില്ല. ഞാൻ വരില്ല. മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് വരേണ്ട കാര്യം എനിക്കില്ല. എടോ, ദേവി പ്രീതിക്കായി അവിടെ നെയ്വിളക്ക് തെളിയിച്ചേ പറ്റൂ. താനും കൂടെ വരണം. ഞാൻ വരില്ല. എന്നെ നിർബന്ധിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. എടോ, താൻ സമാധാനപൂർവ്വം ഒന്ന് കേക്ക്. ഈ വഴിപാട് കഴിച്ചാലേ കുട്ടികളുടെ ദോഷങ്ങൾ മാറൂ. തുളസിയുടെ ദോഷം മാറാനാണെങ്കിലേ അതിന് ദേവി പ്രസാദിച്ചിട്ട് കാര്യമില്ല. ഞാൻ പ്രസാദിക്കണം. ഞാനൊട്ട് പ്രസാദിക്കുകയില്ല. ദുർഗ, താനിങ്ങനെ കടുംപിടുത്തം പിടിക്കരുത്. എന്ത് കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയുണ്ട്. അതിന് താൻ തയ്യാറാവണം. അവളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഈ ദുർഗ തയ്യാറല്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാ. ഒരിക്കൽ കൂടി പറയേ, തുളസി നമ്മുടെ മകൻ ആദിത്യന്റെ ഭാര്യയാണ്. ആദിത്യന്റെ അമ്മയാണ് ഞാൻ. അവന്റെ ഭാര്യ ആരാവണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഞാനാ. അപ്പൊ അവരുടെ കല്യാണം തന്റെ കൺമുമ്പിൽ വെച്ചല്ലേ നടത്തിയത്? എന്താ നാടകമായിരുന്നോ? നാടകങ്ങൾ നടത്തിയത് നിങ്ങളെല്ലാരും കൂടി ചേർന്നല്ലേ? ആങ്ങളെയും പെങ്ങളും അളിയനും എല്ലാരും കൂടി ചേർന്ന്. ഞാൻ വെറും ദൃക്സാക്ഷി. ദുർഗ, ഇത് വലിയ പ്രശ്നമാണ്. എടോ, നമ്മുടെ മകന്റെ ജീവൻ വെച്ച താൻ ഈ കളിക്കുന്നത്. അതിന്റെ അനന്തരഫലം എന്താവുമെന്ന് താൻ ഒരു നിമിഷങ്ങളിൽ ചിന്തിച്ചിട്ടുണ്ടോ? എടോ, തനിക്ക് ആദ്യ ജീവനല്ലേ? അപ്പോ അവന്റെ സന്തോഷമല്ലേ താൻ നോക്കേണ്ടത്? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ വാശി പിടിച്ചാലും ആ തുളസിക്ക് ഈ വീട്ടിൽ കയറാനുള്ള അനുവാദം ഞാൻ കൊടുക്കില്ല. അപ്പൊ പിന്നെ ആദ്യം അവന്റെ ഭാര്യയും കൂടി ഏത് വീട്ടിൽ പോയി താമസിക്കും? ഇവിടെ അല്ലാതെ എവിടെ പോയി താമസിക്കുക? അവൾ എവിടെ താമസിച്ചാലും എനിക്കൊരു വിരോധവും ഇല്ല. എന്റെ മകൻ എന്റെ വീട്ടിൽ താമസിക്കും. തുളസിയെ മരുമകളായിട്ട് അംഗീകരിക്കാൻ താൻ തയ്യാറല്ലായിരുന്നെങ്കിൽ പിന്നെ താൻ എന്തിനീ കല്യാണത്തിന് സമ്മതം മൂളി? എന്തിനീ കല്യാണത്തിന് കൂട്ടുനിന്നു? എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു താൻ തുളസിയെ ഇങ്ങോട്ട് സ്വീകരിക്കുമെന്നുള്ളത്. എന്റെ സംശയം പോലെ തന്നെ സംഭവിച്ചു. എവിടെ നിന്നോ വന്ന ഒരു ഫ്രോഡ് മന്ത്രവാദിയും അയാൾ കെട്ടിത്തൂക്കിയ ഒരു കുമ്പളങ്ങി. അത് ദൈവം കാണിച്ചു തന്നതാ. അയ്യോ, അവളെ ഈ വീട്ടിനകത്ത് കയറ്റിയാലുള്ള അപകടത്തെ കുറിച്ച്. ദൈവം കാണിച്ചു തന്നു. എടോ, താനും ആ മന്ത്രവാദിയും കൂടി ഒരുക്കിയ തന്ത്രം. ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാ ദുർഗ. എടോ, നമുക്ക് പത്തും പലതൊന്നുമില്ല. ഒരൊറ്റ മകനേ ഉള്ളൂ. അവൻ കരയാൻ ഇടവരരുത്. അവന്റെ ജീവിതം നമുക്ക് വലുത്. എടോ, താൻ വരണം. വന്നേ പറ്റൂ. എടോ, നമുക്ക് ഒരുമിച്ച് ആ ക്ഷേത്രത്തിൽ പോയി എല്ലാവരുടെയും ഒപ്പം ചേർന്ന് നമുക്ക് ആ വഴിപാട് കഴിക്കണം. ഇല്ല, ഞാൻ വരില്ല. എടോ, അവളെ എന്റെ മകന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കുകയില്ല. എടോ,